രാത്രി 9:20 നാടിനെ തീരാ ദുഃഖത്തിലാക്കിയ ദാരുണമായ അപകടം നടന്നത്. മരിച്ച വിദ്യാർത്ഥികളുടെ ബന്ധുക്കളും സഹപാഠികളും അധ്യാപകരുമെല്ലാം വണ്ടാനം ആശുപത്രിയിൽ കാത്തു നിൽക്കുകയാണ്. സഹപാഠികളായ 5 കുട്ടികൾ ഒന്നിച്ചില്ലാതായത് ഇതുവരെ ഉൾക്കൊള്ളാൻ ആർക്കുമായിട്ടില്ല. ദേശീയപാതയിൽ കളർക്കോട് ചങ്ങനാശ്ശേരി മുക്കിന് സമീപം ഇന്നലെ രാത്രി സമയം 9:20 നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് വരികയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ് ആലപ്പുഴയിലേക്ക് വരികയായിരുന്ന കാർ ബസ്സിലേക്ക് പാഞ്ഞു കയറിയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ കാർ ഏതാണ്ട് പൂർണ്ണമായും ബസ്സിനടിയിലായി പൂർണ്ണമായും തകർന്നു. 11 പേരായിരുന്നു കാറിൽ. എല്ലാവരും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികൾ. ആലപ്പുഴയിലേക്ക് സിനിമ കാണാൻ പോകുന്ന വഴിയായിരുന്നു അപകടം. അതുവഴി കടന്നുപോയ മറ്റു വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവരും നാട്ടുകാരും ഓടിക്കൂടിയാണ് ആദ്യഘട്ട രക്ഷാപ്രവർത്തനം നടത്തിയത്. തൊട്ടുപിന്നാലെ പോലീസും എത്തി. കാർ വെട്ടിപ്പൊളിച്ച് അരമണിക്കൂറോളം സമയമെടുത്താണ് കുട്ടികളെ പുറത്തെടുത്തത്. 3 പേർ തൽക്ഷണം മരിച്ചിരുന്നു. 2 പേർ ആശുപത്രിയിലേക്കുള്ള വഴിയിലും. കോട്ടയം പാലാ സ്വദേശി ദേവാനന്ദൻ, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, ആലപ്പുഴ കാവാലം സ്വദേശി ആയുഷ് ഷാജി, പാലക്കാട് സ്വദേശി ശ്രീദീപ് വത്സൻ, കണ്ണൂർ വെങ്ങര സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ. 5 കുട്ടികൾ, എല്ലാവർക്കും 19 വയസ്സ് മാത്രം പ്രായം. കാറിലുണ്ടായിരുന്ന കൃഷ്ണദേവ്, ആനന്ദ്, ആൽവിൻ, മുഹസിൻ, ഗൗരീശങ്കർ എന്നിവർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. കാറിലുണ്ടായിരുന്ന ഷെയ്ൻ ഡൺസ്റ്റൺ എന്ന കുട്ടി പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകട സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്തെത്തിയ കാർ വെട്ടിച്ചു മാറ്റാനാകാതെ ബസ്സിൽ ചെന്നിടിക്കുകയായിരുന്നു. KSRTC ഡ്രൈവർക്കും ബ്രേക്ക് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല. എന്നാൽ അമിത വേഗതയല്ല അപകടത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. മഴ പെയ്ത് നനഞ്ഞുകിടന്ന റോഡിൽ ബ്രേക്ക് കിട്ടാതെ കാറിന്റെ ടയർ തെന്നിമാറിയതാകാം. CCTV ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് ഇതുതന്നെ. 14 വർഷം പഴക്കമുള്ള ടവേര കാറാണ് അപകടത്തിൽപ്പെട്ടത്. എയർ ബാഗ് സുരക്ഷയില്ലാത്ത വണ്ടിയാണ്. ഉള്ളിൽ 11 പേരുണ്ടായിരുന്നതുകൊണ്ട് പലരും മടിയിലൊക്കെയാകാം ഇരുന്നത്. ഇതെല്ലാം അപകടത്തിന്റെ വ്യാപ്തി വലുതാക്കി. ആലപ്പുഴയുടെ അനുഭവത്തിൽ അവിടെ അങ്ങനെ ഒരു മേജർ ആക്സിഡന്റ് നടന്നായിട്ട് അറിയില്ല. മഴയുടെ ഒരു റോഡ് സ്കിഡായതിൻ്റെ ഒരു കാരണമാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ വണ്ടിയുടെ മെക്കാനിക്കൽ കാര്യങ്ങളോ അതൊന്നും ഇതുവരെ ആയിട്ടില്ല. അതെല്ലാം MBAയുടെ പരിശോധനയും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റും. അപകടം സംബന്ധിച്ച് അന്വേഷിക്കാൻ RTOയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. നമുക്ക് ഇന്നലെ രാത്രി 9:15 സംഭവിച്ചത്. ശേഷം ഇവിടെ ബോഡിയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ വന്നപ്പം തന്നെ 5 പേരും ബ്രോഡ് ഡെഡ് എന്നാണ് പ്രിൻസിപ്പളിലേക്ക് തന്ന റിപ്പോർട്ട് പ്രകാരം. ഇപ്പോൾ വണ്ടി ടോട്ടൽ ലോസ് ആണ്. വണ്ടിയുടെ കണ്ടീഷൻ ഞാൻ ഇവിടെ പോയി കണ്ടിരുന്നു. വണ്ടി വളരെ നാമാവശേഷമായിരിക്കുന്നു. അപ്പോൾ അതിന്റെ ബാക്കി ഡീറ്റെയിൽ എനിക്ക് ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്കും പരിക്കുണ്ട്. ആരുടെയും നില ഗുരുതരമല്ല. അപകടത്തിൽപ്പെട്ട വണ്ടി വിദ്യാർത്ഥികൾ വാടകയ്ക്കെടുത്തതാണെന്ന് വ്യക്തമായി. കാറിന് ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ വാടകയ്ക്ക് നൽകാനുള്ള പെർമിറ്റുള്ള വണ്ടിയല്ല. വാഹന ഉടമയോട് രേഖകളുമായി ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് മലയാളം, ആലപ്പുഴ.